ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നിലവിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടണ സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു വെട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ അത് വയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്ററൊക്കെയാണ് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ബ്രേക്ക് ലൈറ്റിനും പറഞ്ഞ ഇൻഡിക്കേറ്ററൊക്കെയാണ് തെളിഞ്ഞുകൊണ്ടിരുന്നത്. അത് നമുക്ക് വയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ആയിരുന്നു. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് കംപ്ലൈൻറ്റ്, സെൻറ്ററിൽ വന്ന കോൺസെപ്റ്റ് കംപ്ലൈൻ്റ് ആണ്, ഹാൻഡിൽ ബെയറിങ്. അപ്പോൾ അത് തന്നെയല്ല, നമുക്ക് അതിൻ്റെ ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ തൽക്കാലം ചിലവ് കുറഞ്ഞ രീതിയിൽ കാര്യമായിട്ട് പൈസ മുടക്കണ്ട, അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെറിയ രീതിയിൽ ഒപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞത് പ്രകാരം നമ്മൾ ആ രീതിയിലാണ് ചെയ്തേക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റൊക്കെ അയച്ച് മാറ്റിയാൽ തന്നെയാണ് കംപ്ലൈൻറ്റ് റെഡി ആവുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മളത് ലൂസാക്കിയിട്ട് ചെറിയ രീതിയിൽ ആ ടൈറ്റുള്ള ഭാഗം ഒന്ന് പൊടിക്ക് ലൂസാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് അടി ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ഈ ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ ഗ്രീൻ ബുഷ് മാത്രം മാറ്റിയിട്ടുണ്ട്. കാരണം അത് തീരെ മോശമായിട്ട് അതിൻ്റെ അടി നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് മാറ്റിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ വയറിംഗ് കിറ്റുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്, വയറിംഗ് കിറ്റിൻ്റെ ആയിരുന്നു ആ കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നത്. അതായത് ഇവിടെ നിന്ന് അഡീഷണൽ വന്നിരുന്ന ലൈൻ കയറി വന്നതാണ്. ഇവിടെ ഉള്ളിൽ വയറിങ്ങിൻ്റെ ഈ ഭാഗം പൊട്ടിച്ച് നോക്കിയിട്ട് കത്തിപ്പോയേക്കാറുന്ന സൈഡ്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞേക്കണ വർക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. വേറെ പൈസ മുടക്കി ചെയ്യേണ്ട, വണ്ടി സെക്കൻഡ് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞതും പ്രകാരം വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ദിവസം മാത്രമേ ചെയ്തിട്ടുള്ളൂ. വയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റും ആ ഫ്രണ്ട് അഴിച്ച ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ ഒപ്പം ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം.